Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സ്വർഗീയ വരന്മാരെ മനോഹരന്മാരെ സ്വതന്ത്രരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ശ്രമിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഉദാശായ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മറവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. മിഥുനായ ദൈവം നിന്നെ സ്നേഹം മൂലം നിന്നെ തന്റെ മറവാട്ടിയായ തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. മിഥുനായ ദൈവം നിന്നെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായ തിരഞ്ഞെടുത്തു. സമാധാനം നമ്മുടെ കൂടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരുടെ കാര്യത്തിൽ നടക്കുകയില്ല. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും പ്രാർത്ഥനയും സമർപ്പിക്കുവാൻ കടപ്പെടുന്നവരാകുന്നു. സകലത്തെയും നാഥനായ ദൈവം. ആ
യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ
തലമുറക്കാരൻ വീടായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. സ്നേഹിക്കപ്പെടുന്ന ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ സന്തോഷവും ഈ ദിവസത്തിന്റെ പ്രത്യേകതയുമായിട്ടുള്ള നവദമ്പതികള്, സ്നേഹമുള്ള റിനോ, ജോമിയ, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, കുടുംബങ്ങളെ, ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഈ ഒരു അവസരം അഭിനന്ദിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ദൈവസാന്നിധ്യത്തിന് വിശുദ്ധ കുർബാനകൾ ഈ കുദാശകൾ സ്വീകരിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദവും ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു ദിവസം പ്രത്യേകിച്ചു ഒരുപാട് കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒക്കെ മാറുന്ന കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ആ പ്രതീക്ഷയ്ക്കൊത്ത് സഭയോട് ചേർന്ന് കുദാശകൾ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ കാണിച്ച താല്പര്യത്തെ അഭിനന്ദിക്കാതിരിക്കുവാനായിട്ട് പോയി. കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കുടുംബത്തെ ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസവും മറുതലത്തില് സ്നേഹവുമാണ്. വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് ഓരോ ക്രിസ്തീയ വിശ്വാസികളുടെയും ജീവിതം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തെയും ഈ സ്നേഹത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് രണ്ട് തിരിവുകളാണ് ഉള്ളത്. ഈ രണ്ട് തിരിവുകളിൽ പഴയ നിയമത്തിലെ വിശ്വാസം, ദൈവത്തിന്റെ വിശ്വാസം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജനതയ്ക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം, ദൈവവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോൾ അതിൻ്റെതായ ശിക്ഷണങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള തലത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. തന്നെ തന്നെ രക്തം ചിന്തിക്കൊണ്ട് സഭയ്ക്ക് രൂപം നൽകി ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ എല്ലാം നൽകുന്ന ഒരു ക്രിസ്തീയതയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന റിനോയും ജോമിയായും ഈ ഒരു വിശ്വാസവും ഈ ഒരു സ്നേഹവും തങ്ങളുടെ തന്നെ കുടുംബത്തിലേക്ക്, തങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് ചേർക്കേണ്ട ആവശ്യകതയെ കുറിച്ചുമാണ് സഭയെന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ ബലിവേദിയോട് ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. എന്റെ വിശ്വാസവും എന്റെ സ്നേഹവും ആ ദൈവത്തോടും എന്റെ പങ്കാളിയോടും ചേർത്ത് നിർത്തുമ്പോഴാണ് ഞാൻ എന്ന ഒരു കുടുംബത്തിന്, അല്ലെങ്കിൽ എന്നിലൂടെ പുതിയ ഒരു കുടുംബത്തിന് ജനനം നൽകുന്നത്. ഇതോട് ചേർത്തുകൊണ്ട് തന്നെ സഭയുടെ ഏറ്റവും ചെറിയ പതിവും അതിന്റെ ഏറ്റവും വലിയ പതിവുമാണ് കുടുംബമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കുടുംബത്തിലൂടെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഒരു വ്യക്തി രൂപം കൊള്ളുന്നതും ഒരു വ്യക്തിയുടെ വളർച്ചയും അതിന്റെ രൂപീകരണവും എല്ലാം ഈ കുടുംബത്തിലെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്രയിച്ച് അവരുടെ ജീവിത മാതൃകയെ ആശ്രയിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് രണ്ട് വലിയ കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുന്ന വലിയൊരു മുഹൂർത്തമാണ്. രണ്ട് കുടുംബത്തേക്കാൾ ഉപരിയായിട്ട് 4 കുടുംബമായിട്ട് ഒരു പക്ഷേ നമുക്കതിനെ വിശേഷിപ്പിക്കാം. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് കുടുംബങ്ങൾ വെച്ച് അങ്ങനെ 4 കുടുംബങ്ങളുടെ ഒരു സംഗമം ഈ വിശുദ്ധ ശ്രീവായെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഏകദേശം 4 മൂലകളാണ് ഉള്ളത്. അപ്രകാരമാണ് വിശുദ്ധ സ്നേഹ അവിടെ രൂപീകരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ എല്ലാം കൂടി ലംബമായിട്ട് ദർശനമായിട്ടും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഈ കുടുംബങ്ങളുടെ എല്ലാം ഇതിന്റെ അഗ്രഹം എന്ന് പറയുന്നത് ഈ 4 കുടുംബങ്ങൾ അല്ലെങ്കിൽ 4 ബന്ധങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ആ സ്നേഹയിൽ അവിടെ സംഭവിക്കുന്നത്. ജീവിതവും അപ്രകാരമാണ്. ഈ കുടുംബങ്ങളെല്ലാം ഓർത്തിണക്കിക്കൊണ്ട് പോകുക എന്നുള്ള ദൗത്യമാണ് തീർച്ചയായിട്ടും നവദമ്പതികളായ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതിന്റെ സെൻട്രൽ പോയിന്റായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോട് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തോട് കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതം ഒരു ലഹരിയാണ്. നമുക്കറിയാം, ഒരു വീഞ്ഞതിന്റെ വീര്യം കൂടുന്നത് ഒരു കാലഘട്ടം ചെല്ലുമ്പോൾ നമ്മൾ ആ ഇട്ട ഉടനെ ആക്രാന്തം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രുചി അനുഭവിക്കുവാനോ അതിൻ്റെതായിട്ടുള്ള മാധുര്യം ആസ്വദിക്കുവാനോ അതിൻ്റെ ആ ഒരു ലഹരി ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് ക്രമേണ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ
കടന്നു വരും. ആ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഞ്ഞിന്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മുറുകെ പിടിക്കുവാനും പ്രതിസന്ധി കാലഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള നല്ല മനോബലമൊക്കെ നേടിയെടുക്കുവാനും ഒക്കെ നമുക്ക് സഹായം ആകേണ്ടതാണ്. അവസാനമായിട്ട് ഈ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് അദാമിന്റെ വാരിയിൽ നിന്നുമാണ് വായിക്കാൻ ജനനം നൽകുക. ഈ വാരിയൽ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തെ പൊതുവെ സംരക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജോമിയ തന്റെ ഹൃദയത്തിനുള്ളിലായിരിക്കുമ്പോൾ ആ വാരിയലിൽ നിന്നുമാണ് അത് ഒടിച്ചെടുത്തുകൊണ്ടാണ് ജോമിയായി ദൈവം രൂപം നൽകുന്നത്. ആ ഒരു അന്വേഷണത്തിലായിരുന്നു ഒരു കാലം അത്രയും ഇത് കൂട്ടരും എവിടെ നിന്നാണ് എന്റെ ഈ എന്റെ വന്നത്, അല്ലെങ്കിൽ എന്റെ ഒഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ വാരിയൽ എവിടെയാണ് ദൈവം കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഈ രണ്ട് ദമ്പതികൾ. ആ അന്വേഷണത്തിന്റെ പൂർത്തീകരണമാണ് ഈ ദേവാലയത്തിന് ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈ ആൾക്കാരെയും സംഭവിച്ചിരിക്കുക. തീർച്ചയായിട്ടും പൊതിഞ്ഞ് സംരക്ഷിക്കുവാനും ആപത്തുകളൊന്നും വരാതെ ആ സ്നേഹപതിനെ പൂർണ്ണതയിൽ നിറവിൽ ആസ്വദിക്കുവാനും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സർവശക്തനായ ജീവിതത്തെ സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അവരുടെ ജീവിത മാതൃകയും അവരുടെ സാന്നിധ്യവും എപ്പോഴും നിങ്ങളെ പ്രശോഭിപ്പിക്കുവാനും സന്തോഷഭരിതരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മറിയായെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മറിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്.
നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുതരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ മധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും മധുരന്മാരെ ഒന്നിരിക്കുന്ന ഈ താരെ ദയാവളം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താരെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും എൻ്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവനത്തിൻ്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എൻ്റെ മണവാട്ടിയായ പരിശുദ്ധമേ, മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വാസവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലോചിച്ച് ആശീർവാദം ചെയ്യുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിസ്ഥാനമായ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായുഷിയായപ്പോഴും നിങ്ങളുടെ ഭരണത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധതയും അവിടുന്ന് നിങ്ങളെ ചെയ്യട്ടെ. ദൈവത്തിൽ നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കും.
ഈ ജീവിതത്തിൽ പങ്കുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സജീവമായ സമർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തമാക്കട്ടെ.
നാനാ സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മറുപടിയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. Run with the heart, run through the hills, deep in the place where secrets revealed. A feeling home, a feeling home. Flowers they bloom, bloom in the soul. I know I'm there when I can't let go. A place I know, a place called home. All that I need and all that I want has been here with me all along. I feel it now, I feel it now. I see the light break through the clouds. I feel it, I feel it now. Oh, I feel it now, I feel it now. Into my feet, out through my crown. I feel it, I feel it now. I feel it. I feel it. Trusting myself, chasing the wind, knowing that it's gonna find me again. The great unknown calls me home. Carving the road, making a path. Here in this moment, right where I'm at, I had to roam to know I'm home. All that I need and all that I want has been here with me all along. I feel it now, I feel it now. I see the light break through the clouds. I feel it, I feel it now. Oh, I feel it now, I feel it now. Into my feet, out through my crown. I feel it, I feel it now. I feel it. I feel it. I feel it. I feel it. Our most beautiful bride, Domia, and our ever handsome groom, Reno, onto the stage. I feel it now, I feel it now. I see the light break through the clouds. I feel it, I feel it now. Oh, I feel it now, I feel it now. Congratulations, both of you. Let's pray to the Almighty to keep their life as happy and charming as they are now. ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, ഇതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാം. But still, our groom Reno belongs to Idasheri Kunnal family, Perimkulam, and working as a digital marketer in Bangalore. Our bride Jomia belongs to Mulechali family, Maniyambu, working as a nurse in UK. ഇന്നത്തെ ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ ഫാമിലിയാണ്. I feel the stage is incomplete without your families. The reason behind what you have today and what parents and siblings to share the space on the stage. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വെൽക്കം ചെയ്യാം റിനോയുടെ പേരൻസ് ടോമി അങ്കിൾ ആൻഡ് ഡോളി ആൻറ്റി ഓൺ ടു ദ സ്റ്റേജ്.
seat. ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ സെറമണീസിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ദീപം തെളിയിക്കൽ ചടങ്ങ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയുടെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരിതെളിയിക്കാനായി റിനോയുടെ ചേച്ചി റിൻഡു ചേച്ചിയെയും സിബി ചേട്ടനെയും ക്ഷണിക്കുന്നു. I can remember the maple front door, sure of the warmth in the light. Well, easy I breathed knowing she was inside. Oh, she was the first ever love of my life. Along through the mountains she'd drive us away, some new adventure we'd make. She showed all the colors the world had to paint her. Love was the sun on each day I'd awake. As the years would bend my bones and ache within the grove, she was warm through frozen nights. Oh, she was the first ever love of my life. Sunlit gardenias would follow her near, sugared a sweet atmosphere, weaving with recipes seen through her ears. She'd nourish my soul, soothing each every tear. When I came to lose my way in depths of doubt and pain, how she'd name a saving light. Oh, she was the first ever love of my life.
can remember the maple front door, stored through the seasons of time. One day she'll smile while the other arrives, but she was the first ever love of my life. Oh, how I knew when I opened my eyes, she was the first ever love of my life. It was a long night, we made it past 5. We're feeling just right, just right. You showed up at 3, my heart was racing. Said that you missed me, missed me. And I was out, my back to black, driving around in your Cadillac, moving fast, taking home. I'll do it for you, for
colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stay